ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. അവർക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും എല്ലാ മക്കൾക്കും ആയുരാരോഗ്യവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജഗദമ്മ, ഗീതാ നായർ, ശുഭകുമാരി, ജയ അനിൽ, നിർമ്മല രമേഷ്, ജയശ്രീ ബാബു, രാധാ ശിവാനന്ദൻ, രുക്മിണി മോഹൻ, ബിജി ബിജു, കഴിഞ്ഞ പ്രാവശ്യം ഭാഗവതം വായിച്ച മക്കളുടെ കമൻസുകൾ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. എല്ലാവർക്കും ഈശ്വരകൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കമൻസ് ഇല്ലാത്ത മക്കളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് സ്തുതി കഴിഞ്ഞിട്ട് ഭാഗവതം വായിക്കാം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപരാ കൃപാകരാ ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപരാ കൃപാകരാ ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമപുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമപുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപരാ കൃപാകരാ ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപരാ കൃപാകരാ ഭജാമ്യഹം നമാമ്യഹം. ഗജാനന മഹാപ്രഭു മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ഗജാനന മഹാപ്രഭു മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കാണാതെ വയ്യ എൻ്റെ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഹരിനാമ കീർത്തനം
ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും, തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം, അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. അടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം, അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. മക്കളെ, നമുക്ക് അമ്മയെ കൊണ്ടുകൂടെ രണ്ടുപേര് ചൊല്ലാം. സമയം പോയാലും അമ്മ വിചാരിക്കത്തില്ലയോ ഗണപതി ഭഗവാനെ സ്തുതിച്ചിട്ട് ദേവിയെ സ്തുതിച്ചില്ല എന്ന് പറയല്ലേ. ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ആഗമവേദ കലാമയരൂപിണി, ആഗമവേദ കലാമയരൂപിണി. അഖില ചരാചര ജനനി നാരായണി. നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി. ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ. നമ്മൾ കാളിയമർദ്ദനം ഭഗവാൻ കാളിയൻ്റെ മസ്തകത്തിൽ നൃത്തം ചെയ്യുന്നതാണ്. മസ്തകാഗ്രസ്ഥിത രത്നപ്രഭകളാൽ എത്രയും ഏറ്റമേറ്റം വിളങ്ങി തഥാ. ചിത്രം അത്യത്ഭുതം. നൃത്തപ്രകാരങ്ങൾ എങ്ങനെയാ?
ഉൾത്താരിലോർത്താൽ അറിയാവതല്ലേതുമേ. ഇത് ചിന്തിച്ചാൽ, നമ്മുടെ ഉള്ളിൽ നോക്കിയാൽ ഇത് അറിയാൻ പറ്റുന്നില്ല. അത്രമാത്രം എന്താ നൃത്തത്തിൻ്റെ പ്രകാരങ്ങൾ. മൃത്യുഞ്ജയൻ അദ്രി നന്ദനാ വല്ലഭൻ തന്നോட നൃത്തം പോലെ. ഭഗവാൻ പരമശിവന്റെ താണ്ഡവം, ശിവതാണ്ഡവം, ആ മൃത്യുഞ്ജയനായിരിക്കുന്ന അദ്രി നന്ദനാ വല്ലഭന്റെ, പാർവതി ദേവിയുടെ ഭർത്താവായ പരമശിവന്റെ നൃത്തപ്രിയനാണ്. അദ്ദേഹത്തെ നൃത്തഭേദം പോലെയാണ് ഇവിടെ ഭഗവാനുടെ ഈ കാളിയന്റെ മസ്തകത്തിൽ നിന്ന് നൃത്തം ചെയ്യുന്നത്. ചിത്രതരം പരം അത്ഭുതം ഏവം എന്നീ ത്രിലോകീ ജനമൊക്കെ വാഴ്ത്തി എല്ലാവരും കണ്ടുകൊണ്ട് നിന്നവരും ഈ മൂന്ന് ലോകത്തുള്ളവരും ദേവന്മാരും എല്ലാവരും ഇത് വാഴ്ത്തി സ്തുതിക്കുന്നു. പുഷ്കരേ വന്നു നിരന്നിതു ദേവകൾ ഒക്കവേ ദുന്ദുഭിതാക്കിനാരാധരാൽ. എല്ലാവരും നന്നായി അവിടെ നിന്ന് അപ്സരസ്ത്രീകളൊക്കെ നന്നായി സംഗീതം പൊഴിക്കുന്നു. പിന്നെ ദുന്ദുഭി എല്ലാ ദേവന്മാരും എല്ലാം അവിടെ നിന്ന് തുമ്പുരു ഇനി അവിടെ തൊട്ടാൽ വായിക്കണം, നമുക്ക് കണ്ടു വായിക്കാം. അപ്പോൾ ഒക്കവേ ദുന്ദുഭി താക്കിനാനാദര ആദരാൽ അവരെല്ലാവരും ദേവന്മാരെല്ലാം ഇത് കണ്ട് സംഗീതവും താളവും ദുന്ദുഭിയും എല്ലാമായിട്ട് ആകാശത്ത് വന്നെന്ന് കണ്ടു. സംഗീതം തുടങ്ങിനാർ. നാരദൻ എന്താ ചെയ്തെന്ന് നോക്കാം. ചിത്രതരം പരം അത്ഭുതമേവം എന്നീ ത്രിലോകീ ജനമൊക്കെ വാഴ്ത്തും വിധു പുഷ്കരേ വന്നു നിരന്നിതു ദേവകൾ ഒക്കവേ ദുന്ദുഭീതാക്കിനാരാധരാൽ. മൈക്കണ്ണിമാരാകും അപ്സര സ്ത്രീകൾ ഉൾക്കാം പഴിഞ്ഞ് സംഗീതം തുടങ്ങിനാർ. തുമ്പുരു നാരദനാദികൾ ഏവരും സന്മയം കണ്ടു വന്ദിച്ചു വാഴ്ത്തിയിടിനാർ. നാരദനാദികളൊക്കെ തുമ്പുരു നാരദനാദികൾ ഏവരും സന്മയം കണ്ടിത് നന്നായി ഈ കളി സന്മയത്തോട് കണ്ടു വന്ദിച്ചു വാഴ്ത്തി. ചിന്മയനംബുജലോചനൻ മാധവൻ സന്മയൻ സർവചരാചര ദേശികൻ നിർമ്മലൻ നിർമ്മമൻ ജന്മമൃതിഹരൻ കർമ്മണാം ആധാരമായ ജഗന്മയൻ പിന്നെയും പിന്നെയും ആനന്ദം ഉൾക്കൊണ്ട് പന്നകനാഥനാം കാളിയൻ തന്നെ പൊങ്ങും ഭണങ്ങളിൽ ഒന്ന് താഴുമ്പൊഴുത് അങ്ങേത് ഉയർന്നു കാണാം അതിന്മേലുടൻ ചെമ്മേ പകർന്ന് അഴകോട് നടിച്ചിടും ഉന്മേഷമോടത് താഴുവോളം തഥാ. പന്നകനാഥൻ, പന്നകം പാമ്പിൻ്റെ നാഥൻ, അവിടുത്തെ നാഥൻ എന്ന് വെച്ചാൽ പ്രധാനിയായിരിക്കുന്ന കാളിയൻ്റെ പൊങ്ങും ഭണങ്ങളിൽ ഒരു ഭണം പൊങ്ങുമ്പോൾ ഒന്ന് താഴുമ്പോൾ ഭഗവാൻ ആ താഴുന്നതിനകത്ത് ചവിട്ടും, വീണ്ടും അത് മറ്റിടം പൊങ്ങും, അപ്പോൾ അതിൽ ചവിട്ടും. ഇങ്ങനെ ഓരോ താഴെയും പൊങ്ങുകയും ചെയ്യുന്ന ഓരോ ഭണങ്ങൾ അനുസരിച്ച് ഭഗവാൻ അതിലെല്ലാം ചവിട്ടി നൃത്തം ചെയ്യുന്നു. തുങ്കമാം അങ്ങത് താഴുമ്പൊഴുത് ഏകം അങ്കജ താതൻ അതിന്മേലുടറ്റോട് നിന്നുടൻ അന്യേ പകർന്ന് താഴുമ്പൊഴുത് ഒന്ന് ഉയർന്നിടും അതിന്മേലും അങ്ങനെ തന്നെ ഭണങ്ങൾ സഹസ്രങ്ങളിലുമായി നിന്നു കടന്നു നടന്നു നടിക്കുമ്പോൾ. കാരണം 1000 തല എന്തുകൊണ്ട് കാളിയൻ്റെ 1000 ശിരസ്സുണ്ട്, തലയുണ്ട്. അതിലെല്ലാം ഓരോന്ന് താഴുമ്പോൾ ഭഗവാൻ ഓരോന്നിൽ ഒന്ന് താഴുമ്പോൾ അടുത്ത പൊങ്ങും, ആ പൊങ്ങുമ്പോൾ അതിൽ ചവിട്ടും. ഇങ്ങനെ 1000 ഭണങ്ങളിലും ഭഗവാൻ നിന്നിവിടെ എന്നെ പകർന്ന് താഴുമ്പൊഴുത് ഒന്ന് ഉയർന്നിടും അതിന്മേലും അങ്ങനെ ഒന്ന് ഉയരുമ്പോൾ അതിലും ചവിട്ടും. ഇങ്ങനെ എല്ലാ ഭണങ്ങളിലും അങ്ങനെ ചവിട്ടി നൃത്തം ചെയ്യുന്നു. അങ്ങനെ നിന്നു കടന്നു നടന്നു നടിക്കുമ്പോൾ ഉണ്ണിതൻ മല്ലടി കാളിയൻ മസ്തകേ. ഭഗവാന്റെ ഞാൻ ചവിട്ടുന്നതിന് ഒരു മല്ലടിയാണ്. കാളിയനെ നന്നായി ശിക്ഷ കൊടുക്കുകയാണ്. കാളിയനെ അഹങ്കാരം മാറ്റാനുള്ള ഒരു മല്ല് അടിക്കാന്ന് വെച്ചാൽ നന്നായി ദ്രോഹിക്കുക. എങ്ങനെയാ അവൻ്റെ അഹങ്കാരം മാറത്തക്ക വണ്ണല്ല, വെറുതെ നൃത്തം കളിക്കുക അല്ല. ഉണ്ണിതൻ മല്ലടി കാളിയൻ മസ്തകേ, കാളിയൻ്റെ തലയിൽ മസ്തകത്തിൽ ഭഗവാൻ നന്നായി ചവിട്ടി മെതിക്കുവാണ്. നൃത്തമാണെങ്കിലും എങ്ങനെയാ കുന്നുകൾ വന്നു വീഴുന്നു തോന്നിയിടുന്നു. ഓരോ ഭണത്തിൽ ചവിട്ടുമ്പോഴും ഓരോ മല വന്നു വീഴുന്ന ഭാരം പോലെയായി കാളിയൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ കുന്നുകൾ വന്നു വീഴുന്നു തോന്നിയിടുന്നു മന്ദേതരം തളർന്നിടിനാൻ ഏറ്റം അത്യുന്നതനായ ഫണികുലനായകൻ തന്നെ ദർപ്പം അശേഷം നശിച്ചതാ. അവൻ്റെ ദർപ്പ അഹങ്കാരം മൊത്തം അവൻ തളർന്ന് ഭഗവാന്റെ ഓരോ ചവിട്ട് ഓരോ കുന്നുകൾ വന്ന് വീഴുന്നത് പോലാണ് ഫണികുല നായകൻ്റെ ഈ പണത്തിൽ ഈ
ഭണങ്ങളിലും 1000 ഭണങ്ങളിലും ഭഗവാൻ ഓരോ ചവിട്ടുമ്പോഴും ഓരോ കുന്നുകൾ വന്ന് വീഴുന്ന പോലെ അങ്ങനെ അവൻ്റെ ദർപ്പം അശേഷ അഹങ്കാരം എല്ലാം നശിച്ചതാ. എന്നിട്ട് എന്ത് ചെയ്തു? വന്നു ചൊരിഞ്ഞിതു വക്ത്രേണ രക്തവും. അവൻ്റെ വക്ത്രേണ വെച്ചാൽ വായിൽ കൂടി എന്ത് ചൊരിഞ്ഞു? രക്തം. ഖിന്നനായി മഞ്ഞു മുഴുത്തഴൽ പൂണ്ടവൻ അന്യൂന ഖേദാൽ കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നമായി അത്രമാത്രം അവൻ തളർന്ന് വിഷമിച്ച് മഞ്ഞു മുഴുത്ത് അഴൽ പൂണ്ടവൻ അന്യൂന ഖേദാൽ എന്ത് ചെയ്യുന്നു? കരഞ്ഞു തുടങ്ങി ഈ കാളിയൻ. ഭിന്ന ധൈര്യേണ പിരിഞ്ഞു പോകുന്നത് വന്നു കൂടും മമ ജീവനും നിർണയം. അവൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ ജീവനും പോകുന്നവൻ പിരിഞ്ഞ് ഭിന്ന ധൈര്യേണ അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ പോകുമെന്നുള്ള തോന്നലുണ്ടായി. പിരിഞ്ഞു പോകുന്നതെന്ന് വന്നുകൂടും മമ ജീവനും നിർണയം. ജീവൻ അതിൽ നിന്ന് പോകുമെന്നവന് തോന്നുന്നു. എന്നിത്തരം ബഹുചിന്ത കലർന്നവൻ എന്നുടെ മസ്തകത്തിന്മേൽ ഇവണ്ണമേ വന്നു കടന്നു കരേറി നടിപ്പവൻ ഇന്നു നിലച്ചാൽ അസാരനല്ലൊട്ടുമേ. അപ്പോൾ ഇവനിങ്ങനെ ചിന്തിച്ച് എൻ്റെ ജീവൻ ഇതിൽ നിന്ന് പോകുമല്ലോ എന്നവൻ ഉള്ളിൽ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? എൻ്റെ തലയിൽ എൻ്റെ മസ്തകത്തിന്മേൽ ഇവണ്ണ ഇതുപോലെ വന്ന് കടന്ന് കരേറി നടിപ്പവൻ ഇന്ന് നിനച്ചാൽ ഓർത്താൽ ഇവൻ നിസ്സാരക്കാരനല്ല, അല്പം പോലും നിസ്സാരക്കാരനല്ല എന്ന് കാളിയന് മനസ്സിലായി. കാരണം ബഹുചിന്ത കാരണം അവൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുമെന്ന് തോന്നിയപ്പോൾ അവൻ്റെ മസ്തകത്തിൽ ഇങ്ങനെ വന്ന് കയറി നൃത്തം ചെയ്യണമെങ്കിൽ ഈ ചെയ്യുന്ന ആൾ മോശക്കാരനല്ല, ഇത് ഏതോ വലിയ ആൾ ആണെന്ന് അവൻ്റെ ഉള്ളം അവൻ മനസ്സിലാക്കി. ഇത്തരം ബഹുചിന്ത കലർന്നവൻ എന്നുടെ മസ്തകത്തിന്മേൽ ഇവണ്ണമേ വന്ന് കടന്ന് എൻ്റെ തലയിൽ വന്ന് ഇങ്ങനെ കടന്ന് കരേറി ഇത് എൻ്റെ തലയുടെ മുകളിൽ കയറി ഇങ്ങനെ നൃത്തം ചെയ്യണമെങ്കിൽ ഇവൻ ഇന്ന് നനച്ചാൽ മനസ്സിലാക്കിയാൽ ഇവൻ അസാരനല്ല, അവൻ തീർത്തും നിസാരക്കാരനല്ല ഒട്ടുമേ. നിന്ദിച്ചു പോയേൻ ഇവനെ ആരെന്നുവാൻ എന്നുള്ളിൽ ഓർത്താ അറിയാകയാൽ ഈശ്വര. എന്നുള്ളിൽ ഓർത്തറിയാകയാൽ ഈശ്വര, ഞാൻ നിന്ദിച്ചു പോയല്ലോ. ഇവൻ ആരായാലും ഇത് നിസാരക്കാരനല്ലല്ലോ, ഇവനെ ഞാൻ നിന്ദിച്ചു പോയല്ലോ. കാരണം ഇവൻ ആരടോ വന്നതന്നെ ആലയ സീമനി പ്രാണഭയം ഒട്ടും ഇല്ലായകൊണ്ടോ ബഹുമാനം നടിച്ചിങ്ങ് ഈ നദിയിൽ ചാടി തകർക്കാൻ ജീവന് കൊതിയുണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ല, നീ ജീവനോടെ തിരിച്ചു പോവുകയില്ല എന്നൊക്കെ ആക്ഷേപം പറഞ്ഞല്ലോ. ഭഗവാൻ കടമ്പിൻ്റെ മുകളിൽ നിന്ന് നദിയിലേക്ക് ചാടിയപ്പോൾ, കാളന്തിയിലേക്ക് ചാടിയപ്പോൾ, അപ്പോൾ അവൻ ഓളമൊക്കെ വെട്ടി ദേഷ്യം വന്ന് ഇങ്ങനെ ആരടാ വന്നതെന്നെ ആലയ സീമനി എന്നൊക്കെ ചോദിച്ച് ഭഗവാനെ അത്രമാത്രം ആക്ഷേപം പറഞ്ഞത് കൊണ്ട് ഇവൻ ചിന്തിച്ചു, ഞാൻ നിന്ദിച്ചു പോയല്ലോ, ഇവൻ നിസാരക്കാരനല്ലല്ലോ, നിലച്ചാൽ അസാരനല്ലൊട്ടുമേ, ഇവൻ സാധാരണക്കാരനൊന്നും അല്ല, ഇവൻ പ്രധാനപ്പെട്ട എന്തോ ഒരു വ്യക്തിയാണ് എന്നിവന് മനസ്സിലായി. ഞാൻ നിന്ദിച്ചു പോയേൻ ഇവൻ ആരെന്ന് മനസ്സിലാക്കാൻ എന്നുള്ളിൽ ഓർത്തറിയാകയാൽ ഈശ്വര, ഞാൻ എൻ്റെ ഉള്ളിൽ ഇത് ആരെന്ന് അറിയാതെ ഇനി എന്ത് ചെയ്യും? വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം, നിന്നെ ആരെന്നതറിയായി വരേണമേ. ഭഗവാനെ ഈശ്വര, ഇവൻ ആരെന്ന് ഞാൻ അറിയാൻ പറ്റുന്നില്ലല്ലോ, ഒന്ന് ഓർത്താൽ എൻ്റെ ഉള്ളിൽ ഓർത്താൽ എന്ത് ചെയ്യും? വന്ദേ പദം, അവൻ്റെ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരുണാനിധേ, ആരായാലും എൻ്റെ ഭഗവാനെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ തെറ്റുപറ്റി, ഞാൻ നിന്ദിച്ചു പോയി, അതുകൊണ്ട് സാമ്പ്രതം നിന്നെ ആരെന്നത് അറിയായി വരയണമേ, ഞാനത് ആരാന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. നിന്ദ്യനാം എൻ അപരാധങ്ങൾ അൻപോട് വന്ധ്യനായുള്ള നീതാൻ ക്ഷമിക്കണമേ. നമ്മളെല്ലാം ഓരോരുത്തർ ഇതുപോലെ കാളിയനെ പോലെ ദുഷ്ടതയോ അഹങ്കാരമോ എന്തെങ്കിലും നമ്മൾ അറിവില്ലായ്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭഗവാന്റെ മുമ്പിൽ മനസ്സുരുത്തി പറഞ്ഞ് പ്രാർത്ഥിച്ച് കരയണം. ഈ കാളിയൻ അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അഹങ്കാരം ഭഗവാൻ നന്നായി ഇങ്ങോട്ട് കൊടുത്തപ്പോൾ അവൻ്റെ അഹങ്കാരമൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞ് ആ രക്തമൊക്കെ കക്കി വെച്ചപ്പോൾ അവൻ ജീവൻ പോകുന്നായപ്പോഴാണ് ഭഗവാനെ പിടിച്ചത്. നമ്മളിങ്ങനെ ഓരോരുത്തരിങ്ങനെ അങ്ങേ അറ്റം വരെ നമ്മൾ നോക്കും, പിടിക്കത്തില്ല. ഒരു നിവൃത്തി ഇല്ലെങ്കിലാണ് ചെന്ന് ഭഗവാനെ പിടിക്കുന്നത്. അതുമുമ്പായിട്ട് പലയിടത്തൊക്കെ പോയി തിരക്കാം, എന്താ ജോലിസിലൊക്കെ പോയി എല്ലാം ഒട്ടും എങ്ങൊന്നും പിടിക്കത്തില്ലെന്നാവുമ്പോൾ പിന്നെ നന്നായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പലരും ഉണ്ട്. കാരണം അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇങ്ങനെ ആകുന്നതിന് മുമ്പേ തന്നെ എല്ലാ സർവ്വ ദുഷിപ്പുകളും ചിന്തകളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് കളഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇത് പഠിക്കുന്നത് അതിനാണ്. അതുകൊണ്ട് നിന്ദ്യനാം, ഞാനൊരു നിന്ദ്യനായിപ്പോയി,
ഞാൻ മറ്റുള്ളവരെ തെറ്റ് ചെയ്തു, ഞാൻ പല പല ദ്രോഹങ്ങൾ ചെയ്തു, ഞാൻ ജീവജാലങ്ങളോട് തെറ്റ് ചെയ്യുന്നു, ഞാൻ ചെയ്യാത്തതിന് ചെയ്യുന്നു, ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാതെ കൊണ്ട് എന്നുവെച്ചാൽ ചിലർക്ക് ഇറച്ചി തിന്നേ പറ്റുമോ, പല പല ജീവജാലങ്ങളെയും കൊന്നു തിന്നുന്നു. ഇതെല്ലാം മഹാപാപമാണെന്ന് മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും ഇതിൻ്റെ എല്ലാം കണക്ക് പറയേണ്ടി വരും എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും പാപം ചെയ്യാതിരിക്കുക. കൊല്ലാവ്രതം ഉത്തമമാണെങ്കിലും തിന്നാവ്രതം അതിലും ഉത്തമമാണ്. തിന്നാവ്രതം, അതായത് കൊല്ലാത്ത ഒരു വ്രതം ഉത്തമമാണ്. എന്നാലോ തിന്നാത്തതാണെങ്കിലോ അതിലും ഉത്തമമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും മാംസങ്ങൾ ഭക്ഷിക്കരുത്. അതിനേക്കാൾ ഉപരി കൊല്ലുന്നതിനേക്കാൾ പാപമാണ് തിന്നുന്നതെന്നാണ് പറയുന്നത്. തിന്നുന്നതുകൊണ്ടാണല്ലോ കൊല്ലുന്നത്. അതുകൊണ്ട് തിന്നുന്നവർക്കാണ് കൂടുതൽ ദോഷം. അതുകൊണ്ട് നിന്ദ്യനായ എൻ്റെ അപരാധങ്ങളെല്ലാം അൻപോട് വന്ധ്യനായുള്ള എല്ലാവരും വന്ദിക്കുന്ന ഭഗവാനെ നീതാൻ അത് ക്ഷമിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്. നമ്മൾ ഒരു ജീവിതം മുന്നോട്ട് നയിച്ചു പോകുമ്പോൾ ഒരുപാട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നു. നമ്മൾ അറിയുന്നില്ല നമ്മൾ ചെയ്തതെല്ലാം ശരിയാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോന്നിലും പല പല തെറ്റുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം എല്ലാവരും അങ്ങ് ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എണ്ണിയെടുക്കാറില്ല എന്തൊക്കെ പാപങ്ങൾ ചെയ്യുന്നതെന്ന്. ചെയ്ത് നോക്കുകയും നമ്മൾ പാപങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഈ പാപത്തിനെല്ലാം ഇരട്ടിക്ക് പുണ്യങ്ങൾ ചെയ്ത് പുണ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ വന്ധ്യനായുള്ള നീതാൻ ക്ഷമിക്കണമേ. ധന്യാകൃതേതി പുനരോർത്തോർത്ത് നന്നായി മനസ്സാ വണങ്ങിനാൻ. ഏറ്റവും ആ കാളിയൻ്റെ മനസ്സുകൊണ്ട് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചു വണങ്ങി. തൽസമയേ സകലാത്മപ്രബോധകൻ, ആ സമയത്ത് ഭഗവാൻ ചിൽസ്വരൂപൻ പദയുഗ്മ മഹിമയാൽ ശുദ്ധ സ്വരൂപ വിജ്ഞാനം ഉണർന്ന് തൻ ബുദ്ധി തെളിഞ്ഞു വിളങ്ങി വളർന്നിടും. ഭഗവാൻ പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ ആ സമയത്ത് എന്താ സകലാത്മ പ്രബോധകനായിരുന്ന ഭഗവാൻ ചിൽസ്വരൂപൻ പദയുഗ്മ മഹിമയാൽ, യുഗ്മൻ 2 പാദം 2 കാലിൻ്റെ മഹിമ ഈ ഭണങ്ങളിലെല്ലാം ഇങ്ങനെ ചവിട്ടിയപ്പോൾ ഭഗവാന്റെ പാദം പുണ്യമായ പാദമല്ലേ, അതുകൊണ്ട് ചവിട്ടുമ്പോൾ ശുദ്ധ സ്വരൂപ വിജ്ഞാനം ഉണർന്ന ഈ കാളിയന് ആ ഭഗവാന്റെ ഓരോ ചവിട്ടിലും അത്രമാത്രം അവൻ്റെ ഹൃദയം ശുദ്ധമാകുന്നു. ശുദ്ധ സ്വരൂപ വിജ്ഞാനം അറിവുണ്ടായി കാളിയന് ഉണർന്ന് തൻ ബുദ്ധി തെളിഞ്ഞു വിളങ്ങി വളർന്നിട്ട് അവൻ്റെ ബുദ്ധിക്ക് തിളക്കമുണ്ടായി, തെളിഞ്ഞ് അവൻ്റെ ബുദ്ധിക്ക് അറിവില്ലായ്മയെല്ലാം പോയി നന്നായി അവൻ പ്രകാശിച്ചു വരും. കാരണം എന്താ? ഭഗവാന്റെ ചവിട്ടാ കൊള്ളുന്നത് പുണ്യപാദങ്ങളാണ്. 2 പാദം കൊണ്ട് മഹിമയുള്ള പാദങ്ങൾ അവൻ്റെ തലയിലേക്ക് ചവിട്ടുമ്പോൾ അവൻ്റെ ബുദ്ധി തെളിഞ്ഞ് അവൻ്റെ ശുദ്ധ സ്വരൂപമായി അവൻ്റെ ശരീരം സ്വരൂപം എന്തായി? ശുദ്ധതയാകുന്നു. അവൻ്റെ അഹങ്കാരമൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞല്ലോ, അവൻ്റെ വിഷങ്ങളെല്ലാം ഛർദ്ദിച്ച് കളഞ്ഞു. പിന്നെ അവൻ ശുദ്ധമായി തീരുകയാണ്. അപ്പോഴാണ് വിഷങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും വിഷമാകുന്ന അഹങ്കാരം, കാമവും ക്രോധവും ലോഭം മോഹം മത മാത്സര ഡംബും അഹങ്കാരങ്ങളെല്ലാം ഇവിടെ വിഷം, കോപം. ഇത് നമ്മളെ ഉള്ളിൽ നിന്ന് കളഞ്ഞല്ലാതെ ഗുണം പിടിക്കത്തില്ല. അപ്പോഴേ നമുക്ക് ശുദ്ധ സ്വരൂപമാവാൻ പറ്റൂ. നമ്മൾ ദിവ്യമാകുന്ന ഒരു വിഗ്രഹം നമുക്ക് ആകണമെങ്കിൽ, നമ്മൾ ദിവ്യ വിഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ശുദ്ധമാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ കോപമാകുന്ന വിഷമാകുന്ന ഈ കാളിയൻ്റെ വിഷം പോലുള്ള വിഷമായി ഇതെല്ലാം. അത് ഔഷധം പോലും അതിന് പറ്റത്തില്ല. രോഗത്തിന് ചികിത്സ മരുന്ന് മതി. പക്ഷേ ഈ കാര്യങ്ങൾക്കൊന്നും ഔഷധങ്ങളില്ല. ഈശ്വരനാമങ്ങൾ മാത്രമേ ഔഷധമായുള്ളൂ. ഈ പാപങ്ങളെല്ലാം പോകാൻ, ഈ ദുഷിച്ച ചിന്തകളെല്ലാം ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഈശ്വരാരാധന മാത്രമേ ഔഷധമായുള്ളൂ. അതിന് മരുന്ന് വേറൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഭഗവാന്റെ മഹിമയാകുന്ന ആ പാദത്തിൽ നമ്മൾ വണങ്ങി ഭഗവാനെ സ്തുതിക്കുമ്പോൾ മാത്രമേ. ഇവിടെ കാളിയൻ ചെയ്തത് അതാണ്. ഭഗവാന്റെ ആ മഹിമയാകുന്ന പാദം അങ്ങോട്ട് ചെന്നപ്പോൾ അവൻ്റെ ശരീരം ശുദ്ധമായി വിളങ്ങുന്നു. എന്നിട്ട് എന്ത് വരുന്നു? വിജ്ഞാനം ഉണർന്നു, അറിവുണ്ടാകുന്നു. ഇത് ആരാ ഭഗവാനെ? ഇത് സാധാരണക്കാരനല്ലല്ലോ. അവനൊരു തിരിച്ചറിവുണ്ടാകുന്നു. അതിനുമുമ്പ് എന്ത് ചിന്തിച്ചു? അതിനുമ്പ് അഹങ്കാരം കൊണ്ട് നിന്നെ ഞാൻ അങ്ങനെ ചെയ്യിക്കണേ എന്നെല്ലാം പറഞ്ഞ് ഭഗവാനെ കളിയാക്കി നിന്ദിച്ചു. അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നു. അപ്പോൾ അവൻ നന്നായി വിഷമെല്ലാം ഛർദ്ദിച്ച് കളഞ്ഞപ്പോൾ അവൻ ഭഗവാന്റെ മഹിമ ഉള്ള കാല് അവൻ്റെ തലയിൽ വന്നപ്പോൾ ശുദ്ധസ്വരൂപ വിജ്ഞാനം ഉണർന്ന് തൻ ബുദ്ധി തെളിഞ്ഞു വിളങ്ങി വളർന്ന ബുദ്ധിയായി തെളിഞ്ഞു വന്നു. ഗർവമശേഷം ഒഴിഞ്ഞ് അതിശാന്തനായി ഉർവരാധീശനെ ധ്യാനിച്ചു മാനസേ. കാരണം മനസ്സുകൊണ്ട് ഭഗവാനെ ഉർവരാധീശനായിരുന്ന ഭഗവാൻ നാരായണനെ ഗർവങ്ങളെല്ലാം അശേഷം അവൻ്റെ കാളിയൻ്റെ നിന്ന് പോയി ശാന്തനായിട്ട് ഭഗവാനെ ധ്യാനിച്ചു, മനസ്സുകൊണ്ട് ധ്യാനിച്ചു. നമ്മൾ ഇത് മനസ്സിലാക്കണം.
ഉർവരാധീശനെ ഭഗവാൻ നാരായണ കൃഷ്ണനെ ധ്യാനിച്ചു മാനസേ സർവവിഭൂഷണ വംശജൻ അക്ഷികൾ സർവം അടച്ച് മസ്തകെ നാടനം നിർവഹിക്കുന്നവൻ ആരെന്ന ചിന്തയാ. എന്താ മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് സർവവിഭൂഷണ വംശജൻ അക്ഷികൾ സർവം അടച്ചു മന്മസ്തകെ നാടനം നിർവഹിക്കുന്നവൻ ആരെന്ന ചിന്തയാ. ഈ സർപ്പത്തിൻ്റെ കണ്ണുകളൊക്കെ അടച്ചങ്ങോട്ട് ധ്യാനം തുടങ്ങിയത് ആരാ എൻ്റെ തലയിലിങ്ങനെ നടനം ചെയ്യുന്നത്, എൻ്റെ മസ്തകത്തിൽ നാടനം ഈ നൃത്തം ചെയ്യുന്നത് ഈ നിർവഹിക്കുന്നവൻ ആരാണ് എന്നുള്ള മനസ്സ് ചിന്തിച്ചു. നിർവൈരവാൻ നിരൂപിച്ചുള്ള വഞ്ചസ. അപ്പോൾ ഈ നിർവൈരവാൻ എല്ലാ വൈരവും നിർവൈരമാക്കി, അഹങ്കാരമെല്ലാം പോയപ്പോൾ വൈരം കളഞ്ഞത് നിർവൈരവാൻ. അപ്പോൾ കാളിയൻ്റെ ഉള്ളിൽ വല്ല വൈരാഗ്യമുണ്ടോ? അപ്പോഴേ എല്ലാം പോയില്ലേ, അഹങ്കാരം മൊത്തം പോയില്ലേ. അവൻ നല്ലവനായിട്ട് മനസ്സുകൊണ്ട് തെളിഞ്ഞ് ചിന്തിക്കുന്നു, ഇതാരാ എൻ്റെ തലയിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന മഹിമയുള്ള ഈ പാദം ആരുടെയാ? അങ്ങനെ നിരൂപിച്ചപ്പോൾ അഞ്ജസ മനസ്സിലായി. സർവജഗൽ ഗുരുനാരായണൻ പരൻ സർവവന്ദ്യൻ ശരണാഗതവത്സലൻ പർവ്വത പക്ഷാരി സോദരൻ മാധവൻ പർവ്വത ഛത്രധരൻ പരമൻ പ്രഭു. അതായത് പർവ്വതത്തെ പർവ്വതത്തെ കുടയായി പിടിച്ച ഓരോന്നും ഭഗവാന്റെ ഓരോ പേരുകളാണ്. ഭഗവാൻ എന്തൊക്കെയാ സർവർക്കും ജഗൽഗുരുവാണ്. ഭഗവാൻ നാരായണൻ പരൻ സർവർക്കും വന്ദ്യനാണ്, ശരണാഗത വത്സലനാണ്, എല്ലാ ഭക്തന്മാർക്കും ശരണം അടയാനുള്ള ഭഗവാനാണ്. പർവ്വത പക്ഷാരി സോദരൻ മാധവൻ, അതായത് ഇന്ദ്രാനുജനായ വിഷ്ണു ഇന്ദ്ര അനുജനാണ്. പർവ്വത പക്ഷാരി സോദരൻ, പിന്നെ ഇന്ദ്രൻ്റെ മുറയ്ക്ക്, അതായത് ഭഗവാൻ വിഷ്ണുവായിട്ട് അവതരിച്ചത് അങ്ങനെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാൻ, അത് ഈ വാമനനായിട്ട് വന്നേ, അത് ഭഗവാൻ വിഷ്ണു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ മാധവൻ പർവ്വത ഛത്രധരൻ, ഭഗവാൻ ഈ ഗോവർദ്ധന പർവ്വതം കുടപോലെ പിടിച്ചു, കുടപോലെ പിടിച്ച ഭഗവാൻ പരമൻ പ്രഭു. പർവ്വ ചന്ദ്രാഭിരാമാനനൻ കേശവൻ ദുർവിനീതൗഖ കുലാന്തകനവ്യയൻ, ദുർവിനീതൗഖ കുലാന്തകനവ്യയൻ, എല്ലാ എന്താ പറഞ്ഞ ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിക്കുന്ന, നാശം വരുത്തുന്ന ഭഗവാൻ അന്തകനായവൻ. ദർവീകരകുല നാശന കേതനൻ ദർവീകരാഗ്രശായി, അതായത് ദർവീകരാഗ്രശായി ജനാർദ്ദനൻ. അത് എന്താ? സർപ്പവംശ ശത്രുവായ ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ളവൻ. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ഭഗവാനെ വാഴ്ത്തുക, പുകഴ്ത്തുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ സ്തുതിക്കുകയാണ് ഈ കാളിയൻ. ഇതെല്ലാം ഭഗവാന്റെ ഓരോ അവസ്ഥകൾ വന്നപ്പോൾ ചെയ്തതാ. ദർവീകരാഗ്രകശായി ജനാർദ്ദൻ തുർവശു പൂർവജ വംശജൻ മംഗലൻ ഉർവി പ്രിയൻ ഉർവി പാരാപഹാരകൻ. ഉർവി പ്രിയനാണ് ഭഗവാൻ, ഭൂമിയുടെ പ്രിയൻ ഭർത്താവാണ്. ഉർവി ഭാരാപഹാരം, ഉറിയുടെ ഭാരത്തെ ഭാരത്തെ കളയുന്ന ഭഗവാൻ. സർവാത്മകൻ മമ മസ്തക, ഇങ്ങനെയുള്ള സർവത്തിൻ്റെയും ആത്മാവായിരുന്ന ഭഗവാൻ. മമ മസ്തക, എൻ്റെ തലയിൽ എൻ്റെ മസ്തകത്തിൽ നിന്ന് അതിദിവ്യ നടനം നടിക്കുന്നത് എന്നുടെ ദൈവാനുകൂലത കൊണ്ടെന്നറിഞ്ഞ്. അപ്പോൾ ഇവൻ്റെ ദൈവാനുകൂലത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഈ കാളിയൻ മനസ്സിലാക്കുന്നു. അവന് ബുദ്ധി തെളിഞ്ഞു. നല്ല ഒരു എന്താ പറയുക, ഭഗവാന്റെ പാദം അവനെ തലയിൽ വീണപ്പോൾ അവന് ശുദ്ധനായി തീർന്നു അവൻ്റെ വിഗ്രഹം, ശരീരം. അപ്പം ഈ സർവാത്മകനായിരുന്ന ഈ ഭഗവാൻ മമ മസ്തകേ, എൻ്റെ തലയിൽ നിന്ന് അതിദിവ്യ നടനം, സാധാരണ നടനല്ല, അതിദിവ്യമായിരിക്കുന്ന ഈ നടനം നടിക്കുന്നത് എന്നോട് ദൈവാനുകൂലത കൊണ്ടെന്നറിഞ്ഞു. തൻ നിർവാണഭാവാലാകമഴിഞ്ഞ് എത്രയും ഭക്തിയാ പരബ്രഹ്മ തേജോമയനായ ഭക്തപ്രിയൻ പദാംബോരുഹം. ഇങ്ങനെയുള്ള ഭഗവാനെ നിർവാണഭാവാൽ ആകം അഴിഞ്ഞ് അവൻ്റെ ഉള്ളത്തിൽ അത്രമാത്രം ഭഗവാനോട് ഭക്തി ഉണ്ടായി. അവന് ദൈവാനുകൂലത കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. കാരണം അവൻ നന്നായി. അപ്പോഴാണ് മനസ്സിലായത്, അവൻ്റെ അഹങ്കാരമൊക്കെ പോയപ്പോഴാണ് അവന് ശുദ്ധത വന്ന് അവന് തന്നെ മനസ്സിലായത്. നമ്മളും മനസ്സിലാക്കണം, നമ്മളോട് കൃപയും അനുകൂലതയും ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ നമ്മുടെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് എല്ലാം നമുക്ക് ശുദ്ധമായൊരു ശരീരമാകാൻ, ഒരു ദിവ്യത്വം ഉണ്ടാകാൻ ഭഗവാൻ നമുക്കിതുപോലെ എല്ലാം നമ്മളത് അറിഞ്ഞ് മനസ്സിലാക്കി ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അഹങ്കാരം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അഹങ്കാരം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഈ നടനം ചെയ്യത്തുള്ളൂ. നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ ഭഗവാൻ അഹങ്കാരം തീർക്കും, അത് ഉറപ്പായ കാര്യമാണ്. ഈ ഒരു ഭക്തനാക്കി തീർക്കുന്ന ഭഗവാന്റെ കടമയാണ്. സ്വന്തം മക്കളെ നന്നാക്കി എടുക്കണമെന്ന് ഭഗവാന്റെ കടമ. ഇവിടെ മസ്തകത്തിൽ നൃത്തമാടിയത് എന്തിനാ? ആ കാളിയനും ഭഗവാന്റെ അംശമാണല്ലോ. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും ഈശ്വരൻ്റെ അംശങ്ങളാണ്. അപ്പോൾ അഹങ്കാരം വന്നാൽ ഭഗവാൻ അതിനെ മാറ്റിക്കൊടുത്തിട്ട് നല്ല ശുദ്ധാത്മാവാക്കി തീർക്കണം. അതാണ് ഈശ്വരൻ്റെ കടമ. അത് നമ്മളെന്ത് മനസ്സിലാക്കണം? നമുക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ
തീർത്തും കളയുക. നല്ല ഒരു ശുദ്ധ ഹൃദയമാക്കി ദിവ്യത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള ഈശ്വരാരാധന കൊണ്ട് നിറയുമ്പോൾ ഭഗവാൻ ഭക്തനോട് എത്രമാത്രം നമ്മൾ ഉത്തമന്മാരായ ഭക്തന്മാരെ ഭഗവാൻ ഇഷ്ടം. കാരണം പറയാതെ തന്നെ നമ്മളോട് ഇങ്ങോട്ട് കാരണം ഭഗവാൻ അഹങ്കാരം തീർക്കാൻ ഇതുപോലെ കാളിന് കൊടുത്ത ഉപദ്രവങ്ങളൊന്നും നമുക്ക് തരാതിരിക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞ് ഈശ്വരനെ പ്രാർത്ഥിക്കണം. ഒരു എന്താ പറയുക, നമ്മൾ അഹങ്കാരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് കിടക്കും, നമ്മൾ അറിയില്ല. നമുക്ക് പല പല രോഗങ്ങളോ വിഷമങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ശുദ്ധത കൊണ്ട് നിറയ്ക്കാനാണ് ഈ അസുഖം വന്നത്, അല്ലെങ്കിൽ നമുക്ക് ദുരിതം വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള ഈ കാളിയനെ പോലെ ബുദ്ധി വേണം നമുക്ക്. നമ്മൾ മനസ്സിലാക്കാതെ കിടന്നാൽ എന്ത് വരും? നമ്മുടെ ഉള്ളം തെളിയണം. എന്താ എനിക്കിപ്പോൾ ഇതിങ്ങനെ വന്നത്, എൻ്റെ ദോഷം കൊണ്ട് എന്താ വന്നത്, എനിക്ക് ദൈവിക ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇവിടെ കാളിയൻ ഇതാ ചിന്തിച്ചത്, എൻ്റെ ഉള്ളം ശരിയല്ലാത്തത് കൊണ്ടാണ്, എൻ്റെ അഹങ്കാരം കൊണ്ടാണ്, ഇത് സാധാരണക്കാരനല്ല ഈ നൃത്തം ചെയ്തത്. അപ്പോൾ അവൻ്റെ മനസ്സിങ്ങനെ അകത്ത് ചിന്ത തുടങ്ങി. അപ്പോൾ അവന് മനസ്സിലായി ഭഗവാനാണ്, ഇത് സാധാരണക്കാരനല്ല. അപ്പോൾ അവന് തന്നെ മനസ്സിലായി, ശാന്തതയും സമാധാനവും വന്നിട്ട് ഭഗവാനെ മനസ്സുകൊണ്ട് ഭജിച്ചു. അതുകൊണ്ടാണ് ഈ പറഞ്ഞതെല്ലാം അവൻ്റെ പ്രാർത്ഥനയാണ്. എന്താ ഇത് പ്രാർത്ഥന? അവൻ്റെ ശുദ്ധ സ്വരൂപ വിജ്ഞാനം ഉണർന്ന് തൻ ബുദ്ധി തെളിഞ്ഞു വിളങ്ങി വളർന്നഴും നന്നായി ബുദ്ധി തെളിഞ്ഞ് വളർന്ന ഒരു ഭക്തിയായി ഗർവം അഹങ്കാരം അശേഷം ഒഴിഞ്ഞ് എന്നിട്ട് അതിശാന്തനായി ഉർവരാധീശനെ ഭഗവാനെ ധ്യാനിച്ചു മനസ്സുകൊണ്ട് മാനസേ സർവവിഭൂഷണ വംശജനക്ഷികൾ സർവം അടച്ച് മന്മസ്തകേ നാടനം നിർവഹിക്കുന്നവനാരെന്ന ചിന്തയാ നിർവൈരവാ നിരൂപിച്ചള വഞ്ചസ സർവജഗൽ ഗുരു നാരായണൻ പരൻ സർവവന്ദ്യൻ ശരണാഗത വത്സലൻ പർവ്വത പഷാരി സോദരൻ മാധവൻ പർവ്വത ഛത്രധരൻ പരമൻ പ്രഭു പർവചന്ദ്രാഭിരാമാനനൻ കേശവൻ ദുർവിനീതൗഘ കുലാന്തകൻ അവ്യയൻ ദർവീകരകുല നാശന കേതനൻ ദർവീകരാഗ്രകശായി ജനാർദ്ദനൻ തുർവശു പൂർവജ വംശജൻ മംഗലൻ ഉർവീ പ്രിയൻ ഉർവി ഭാരാപഹാരകൻ സർവാത്മകൻ മമ മസ്തകേ നിന്ന് അതിദിവ്യ നടനം നടിക്കുന്നത് എന്നുടെ ദൈവാനുകൂലത കൊണ്ടെന്നറിഞ്ഞു തൻ നിർവാണ ഭാവാൽ അകമഴിഞ്ഞ് എത്രയും അവൻ്റെ അവൻ്റെ ദൈവത്തിൻ്റെ ആനുകൂല്യം കൊണ്ടാണ് ഇത് വന്നതെന്ന് മനസ്സിലുണ്ട്. അവൻ അകമഴിഞ്ഞ് അവൻ്റെ ഉള്ളം അത്രമാത്രം ലീനമായിക്കൊണ്ട് ഭക്തിയാ പരബ്രഹ്മ തേജോമയനായ ഭക്തപ്രിയൻ പദാംബോരുഹം മാനസ പത്മം ആരാധിച്ചു വന്ദിച്ചുരുതരം സ്തുത്വാ ലയിച്ചു രമിച്ചു ഫണീശ്വരൻ കൃത്വാ അപരാധങ്ങളൊക്കെ ക്ഷമിക്കെന്ന് മത്വാ നമസ്കരിച്ചിടാൻ ആവോളം പത്മം, അതായത് ഭഗവാനെ മാനസപത്മം ഉള്ളിൽ അവൻ്റെ ആ കാളിയൻ്റെ മനസ്സാകുന്ന പത്മത്തിൽ താമര പോലിരിക്കുന്ന ആ മനസ്സുകൊണ്ട് അവൻ ആരാധിച്ചു വന്ദിച്ചു ഭഗവാനെ. മനസ്സ് കാരണം തലയിൽ ഇങ്ങനെ ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ അവന് കൈയൊന്നും ഇല്ലല്ലോ എടുത്ത് തൊഴുവാൻ. അപ്പോൾ അവൻ്റെ മനസ്സിനകത്ത് ആ മനമലരാകുന്ന ആ പത്മത്തിൽ അവൻ ഉള്ളിൽ തന്നെ ഭഗവാനെ ആരാധിച്ചു വന്ദിച്ച് സ്തുത്വ ലയിച്ചു രമിച്ചു ഫണീശ്വരൻ. പെട്ടെന്ന് തന്നെ അവന് ലയം ഉണ്ടായി. രമിച്ചു എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനും കാളിനും ഒന്നായി മാറുകയെ അത്ര ഭക്തി അവന് ഉടനെ വർദ്ധിച്ചു. കാരണം ആരുടെ മഹിമയുണ്ട്? ഭഗവാന്റെ പാദയുഗ്മം, 2 പാദങ്ങളും അവൻ്റെ തലയിൽ സ്പർശിച്ചപ്പോൾ അവന് ബോധോദയമുണ്ടായി. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, ബുദ്ധന് ബോധോദയം ഉണ്ടായിന്ന്. ഇവിടെ കാളിയന് ബോധോദയം ഉണ്ടായി. നമുക്ക് ഓരോരുത്തർക്കും ഈ ബോധോദയം ഉണ്ടാകണം. അതിനുവേണ്ടി ഭഗവാനെ അഹങ്കാരങ്ങളെല്ലാം മാറ്റിയിട്ട് ഭഗവാനെ എനിക്ക് എന്താ അഹങ്കാരം വർദ്ധിച്ചോ, ഇത് കൂടി പോവുകയാണ്. നമ്മൾ അറിയാതെ ഈ ലോകത്ത് അഹങ്കാരം വർദ്ധിക്കുന്നത്. നമ്മൾ ലോകത്തിലേക്കുള്ള ചിന്ത കൂടുമ്പോൾ നമുക്ക് അഹങ്കാരം വരും. എന്തെങ്കിലും കാണുമ്പോൾ ചിലക്ക് നിന്ന നിലയില വിഷയം വിട്ട് മാറുന്നത്. ശാന്തി സമാധാനമൊക്കെ വേണമെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നമ്മൾ വിനയത്തോടും ഭക്തിയോടും ഭഗവാനെ പ്രാർത്ഥിക്കണം. അഹങ്കാരങ്ങളെല്ലാം കളയണം. അങ്ങനെ മാനസമാകുന്ന മനപത്മത്തിൽ ആരാധിച്ച് വന്ദിച്ച് സ്തുതിക്കുമ്പോൾ എന്ത് വരും? ലയമുണ്ടാവും. അപ്പോൾ നമ്മൾ രമിക്കും, ഭഗവാനുമായിട്ട് ചേരും. അങ്ങനെ ഇവിടെ കാളിയൻ അങ്ങനെ വന്നു, ഫണീശ്വരൻ. അങ്ങനെ മാനസ പത്മം ആരാധിച്ചു വന്ദിച്ചു ഒരുതരം സ്തുത്വ ലയിച്ചു രമിച്ചു ഫണീശ്വരൻ കൃത്വ അപരാധങ്ങളൊക്കെ ക്ഷമിക്കെന്ന് മത്വ നമസ്കരിച്ചിടാനാവോളം അവനെ കൊണ്ട് എത്രത്തോളം ഒക്കെ അത്രത്തോളം അവൻ ഭജിച്ചു.
അപ്പോൾ അവനുടെ ഭാര്യമാരാകിയ സർപ്പവധുക്കളും പുത്രകദംബവും ചിത്താ ആകുലതയാ പോന്നു വന്നേറ്റം ഉള്ളാത്തൽ മുഴുത്തു ഭക്തപ്രിയൻ തന്നെ തൃക്കാലിണകളിൽ വീണു നമസ്കരിച്ചു അസ്മാൻ കൃപയോടു പാലയേതി ദ്രുതം ദുഃഖിച്ചു ദുഃഖിച്ചു കണ്ണീരൊലിപ്പിച്ചു വ്യഗ്രിച്ചു പാരം കരഞ്ഞു തുടങ്ങിനാർ. അങ്ങനെ ഭാര്യമാരും സർപ്പവധുക്കളും ഭാര്യ സർപ്പത്തിൻ്റെ വധുക്കൾ ഒത്തിരി ഭാര്യമാരുണ്ട്. ഈ കാളിയന് പുത്രങ്ങളും കദംബവും ചിത്ത ആകുലതയാവും. അവരുടെ ഉള്ളം ആകുലപ്പെട്ടിങ്ങോട്ട് വന്ന് എന്ത് ചെയ്തു? ഉള്ള അത്തലെല്ലാം മുഴുത്ത് ഭക്തപ്രിയൻ തന്നോടെ ആ ഭഗവാന്റെ തൃക്കാലിണകളിൽ വീണങ്ങ് നമസ്കരിച്ച് ഈ ഭാര്യമാരും മക്കളും എല്ലാവരും. എന്നിട്ട് അസ്മാൻ കൃപയോട് പാലയേതി ദ്രുതം ദുഃഖിച്ച് ദുഃഖിച്ച് കണ്ണീരൊലിപ്പിച്ച്. കാരണം എന്താണ്? ഈ കാളിയൻ അവരുടെ ഭർത്താവല്ലേ, ദുഷ്ടതരങ്ങളെല്ലാം മാറിയില്ലേ, അവനെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുക, ഭർത്താവല്ലേ. അതുകൊണ്ട് ദുഃഖിച്ച് ദുഃഖിച്ച് കണ്ണീരൊലിപ്പിച്ച് ഭഗവാനോടങ്ങ് ചേർന്ന് അവർ ഭഗവാനോട് ഭക്തപ്രിയനാരാ പരമാത്മാവായ കൃഷ്ണൻ, ആ കൃഷ്ണൻ്റെ തൃക്കാലിണകളിൽ വന്ന് വീണ് നമസ്കരിച്ച് ഈ ഭാര്യമാരും പുത്രങ്ങളും എല്ലാം. എന്നിട്ട് അവർ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് നമ്മളും ഇതുപോലെ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ മാറാനും ദുഃഖങ്ങൾ ഇല്ലെങ്കിലും ഭഗവാനിൽ ലയിക്കാനുള്ള ഒരു ആനന്ദ കണ്ണുനീര് നമുക്ക് വേണം. ഒരു ദുഃഖങ്ങളും ഇല്ലെങ്കിൽ ഭഗവാന് ചേരണം, നമുക്കും ഭഗവാനുമായിട്ട് ഒന്നാകണമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമുക്ക് ഭക്തിയാകുന്ന ലീനം എന്ന് പറഞ്ഞാൽ ലയം, ആ ലയത്തിൽ വരുമ്പോൾ നമുക്ക് കണ്ണുനീരും ഗൽഗതും ഒക്കെ വരും. അങ്ങനെ നമ്മളും കണ്ണുനീര് ഒലിപ്പിച്ച് ഭഗവാനെ അടിപ്പെട്ട് കിടക്കണം. നമ്മൾ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ച് കിടന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദുഃഖിച്ച് ദുഃഖിച്ച് കണ്ണീരൊലിപ്പിച്ച് വ്യഗ്രിച്ച് പാരം കരഞ്ഞു തുടങ്ങിനാർ ഈ ഭാര്യമാരും മക്കളും ഒക്കെ. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.